ഹായ് ഓൾ, എല്ലാവർക്കും സ്വാഗതം. വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. പ്രൊഫൈലായിട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ ഡ്രൈവാണ് ഉപയോഗിക്കേണ്ടത്, സ്ട്രിപ്പ് ഏതാണ് ഉപയോഗിക്കേണ്ടത്, അതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് 22 അടി ഹൈറ്റുള്ളൊരു വീടാണ്. ഒറ്റ അടിക്ക് 20 മീറ്ററോളം ഏകദേശം സ്ട്രിപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രൈവ്, സ്ട്രിപ്പ് എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ സ്കഫോൾഡ് സെറ്റ് ചെയ്യുന്നതാണ് അല്പം പ്രയാസപ്പെട്ടത്. എങ്കിൽ ഞങ്ങളത് നല്ല അടിപൊളിയായിട്ട് സ്കഫോൾഡൊക്കെ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയാലല്ലേ നമുക്ക് പെർഫെക്റ്റായിട്ട് നിന്ന് ആ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ബേസ്, നമ്മുടെ സേഫ്റ്റിയാണ് എപ്പോഴും നമ്മുടെ ഈ വർക്കിൽ പ്രധാനം. അതുകൊണ്ട് അത് ആദ്യം റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് സ്ട്രിപ്പ് ഞങ്ങൾ എന്ത് ചെയ്തു, സോൾഡർ ചെയ്തു. 24 വാട്ട്സുള്ള സ്ട്രിപ്പാണ്, ഡ്യൂട്ടൻ്റെ സ്ട്രിപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏകദേശം 20 മീറ്റർ വരുന്നത് കൊണ്ട് 480 വാട്ട്സ് ഔട്ട്പുട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 32 ആംപിയർ ഉള്ള ഒരു ഡ്രൈവാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 32 ആംപിയർ എങ്കിലും ഉള്ള ഡ്രൈവ് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഡ്രൈവ് ഓവർ ഹീറ്റ് ആവുകയും കത്തിപ്പോകാൻ ചാൻസും ഉണ്ട്. ഇപ്പോൾ താഴെ വെച്ച് തന്നെ സോൾഡർ ചെയ്തിട്ട് കത്തിച്ച് നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ മേളിലോട്ട് പോകുന്തോറും 5 മീറ്റർ കഴിയുമ്പോൾ ട്രിപ്പ് തീരുമല്ലോ. അങ്ങനെ തീരുമ്പോൾ നമുക്ക് അവിടെ വെച്ച് മുകളിൽ വെച്ച് സോൾഡർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. താഴെ വെച്ച് തന്നെ സോൾഡർ ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടിക്കുന്നത് എളുപ്പമാകും, പണി എളുപ്പമാകും. പിന്നീട് മേളിൽ കയറി സോൾഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. മുകളിലോട്ട് സോൾഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ഷൻ മുകളിൽ കൊണ്ടുപോകണം, സോൾഡറിങ്ങായി മുകളിൽ കൊണ്ടുപോകണം, എല്ലാം ബുദ്ധിമുട്ടാകും. അപ്പോൾ താഴെ വെച്ച് ചെയ്ത് കത്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും. നമ്മളിതുപോലെ ഒട്ടിച്ച് പതുക്കെ ഒട്ടിച്ച് പോവുകയാണെങ്കിൽ നൈസായിട്ട് നമുക്ക് ഈ വർക്ക് ഫിനിഷ് ആക്കി എടുക്കാൻ പറ്റും. ഞങ്ങൾ ഈ ചാനൽ ഫിനിഷ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുട്ടിയും വൈറ്റ് സിമെൻറ്റും കൂടെ കുഴച്ചിട്ട് അതിനകത്താണ് ഒട്ടിച്ചെടുത്തേക്കാണ് കേട്ടോ. പിന്നെ ഡ്യൂട്ടൻ്റെ ഈ സ്ട്രിപ്പ് ഉണ്ടല്ലോ, അടിപൊളി സ്ട്രിപ്പാണ് കേട്ടോ. നല്ല പശയാണ്, നല്ലപോലെ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇളക്കി എടുക്കാനും പാടായിരിക്കും. പിന്നെ ക്യാപ്പ് ഇടുമ്പോൾ നല്ലതുപോലെ പിടിച്ച് 2 സൈഡും പിടിച്ചിട്ട് കഴിഞ്ഞാൽ നൈസായിട്ട് ആ വർക്ക് നമുക്ക് ഫിനിഷാക്കി എടുക്കാൻ പറ്റും. പ്രൊഫൈലിൻ്റെ ഏറ്റവും ആകർഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫിനിഷിങ്ങാണ്. ആ ഫിനിഷിങ്ങിൽ ലൈറ്റ് കത്തി കിടക്കുമ്പോൾ നല്ലതുപോലെ കത്തി കിടന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എല്ലാവരും ഒന്ന് നോക്കും. പുറത്തൊരു ലൈറ്റ് ഇങ്ങനെ കത്തി കിടക്കും, ഒരു വര പോലെ ഇങ്ങനെ കത്തി കിടക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആകർഷണീയത വേറെ തന്നെയാണ്. നമ്മളിത് ഇവിടെ ഇങ്ങനെ ക്യാപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അല്പം സേഫ്റ്റി കുറവാണ് എങ്കിലും നമുക്ക് ആ വർക്ക് അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന കാരണത്താലാണ് ഇങ്ങനെ തന്നെ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് മുകളിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണ് കണ്ടോ. 22 അടി താഴ്ചയുണ്ട്, മുകളിൽ നിന്ന് 22 അടി താഴ്ചയുണ്ട്. മാക്സിമം സേഫ്റ്റി നമ്മൾ നോക്കിയിട്ടുണ്ട്. സ്കഫോൾഡൊക്കെ ഇട്ട് നല്ല വൃത്തിക്ക് താഴേന്ന് പിടിച്ച് സെറ്റാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ആ വർക്ക് ഫിനിഷ് ചെയ്യാൻ മാക്സിമം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. മേലോട്ട് നോക്കിയാൽ സ്വർഗം കാണാം. എടുത്ത എഫേർട്ട് അവർ നോക്കി കാണുകയും ചെയ്തു കേട്ടോ. അവർ വിലയിരുത്തുകയും ചെയ്തു, വർക്ക് നൈസായിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ദൂരം കൂടുമ്പോൾ അവസാനം വരുന്ന ഭാഗങ്ങളിൽ അല്പം മങ്ങൽ പോലെ ഉണ്ടായിരുന്നു. അതിനൊരു ഞങ്ങളുടെ മുമ്പിൽ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 5 മീറ്റർ കഴിഞ്ഞിട്ട് ആ 5ാമത്തെ മീറ്ററിലേക്ക് ഡയറക്റ്റ് ഡ്രൈവിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു 2 വയർ കൊണ്ടുവന്ന് കണക്ട് ചെയ്തിട്ട് ആ പ്രശ്നത്തെയും മറികടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുള്ളത് നമ്മുടെ കൂടെയുള്ള ചങ്ങാതിമാരുടെ കാര്യമാണ് കേട്ടോ. കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു. ഈ വർക്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കധികം ബുദ്ധിമുട്ടുള്ളൊരു വർക്കായിരുന്നു. അതിൽ നമ്മുടെ കൂടെയുള്ള ചങ്ങാതിമാർ കട്ടയ്ക്ക് നമ്മുടെ കൂടെ അത് ഫിനിഷ് ചെയ്യുന്നവരെ ഉണ്ടായിരുന്നു. അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അവസാനം വർക്കൊക്കെ ഫിനിഷായി ലൈറ്റൊക്കെ ഇങ്ങനെ കത്തി കിടക്കുമ്പോഴല്ലോ ഞങ്ങളെല്ലാവരും അതിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ എല്ലാ ഇലക്ട്രീഷ്യന്മാർക്കും ഉണ്ടാകുന്ന ഒരു അനുഭൂതി അത് ഞങ്ങൾക്കും ഇവിടെ ഉണ്ടായി. ആ വർക്ക് അങ്ങോട്ട് ഫിനിഷാക്കി വൈകുന്നേരം ആ ലൈറ്റ് അങ്ങനെ കത്തി കിടക്കുമ്പോൾ എന്താ ഒരു എന്താ ഒരു അനുഭൂതി, എന്താ ഒരു സുഖം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ലൈക്ക് ചെയ്യുന്ന കാര്യവും പരിഗണിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.